ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എങ്ങനെ കാണുന്നു VS അച്യുതാനന്ദനെ, എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? VS പറ്റി ഞാൻ ഓർക്കുമ്പോൾ എന്നെ ആക്കിയ ഒരു മഹാനാണ് VS അച്യുതാനന്ദൻ. പൊതുപ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും ഉള്ള ബാലപാഠങ്ങൾ പറഞ്ഞു തരികയും അതിൽ എന്നെ സ്ഥാനങ്ങൾ തന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാനാണ് അദ്ദേഹം. 1963 അദ്ദേഹം എന്നെ അണിച്ചുളങ്കിൽ പഞ്ചായത്തിലേക്ക് നിർത്തി മത്സരിപ്പിച്ചു. 1964 60 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കണിച്ചുള ദേവസ്വം മത്സരിപ്പിച്ചു. അതെല്ലാം ശേഷമാണെങ്കിലും ആലപ്പുഴയിലുള്ള കണിച്ചുള ഞങ്ങളുടെ കഞ്ഞിക്കുടി BDCയുടെ ചെയർമാനാക്കാനും അദ്ദേഹം ശ്രമിച്ചു. അതെല്ലാം ഉപരി SNDP യോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പിൻബലം കൊണ്ടാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചത്. അങ്ങനെ എന്റെ സഹോദര തുല്യനായി എന്നെ ഒരുപാട് സ്ഥാനങ്ങൾ തന്ന് അദ്ദേഹം എന്നെ ഉയർത്തി വളർത്തി എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഒരു അനുയായിയായി ആജ്ഞാനുവർത്തിയായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം പറയുന്ന കാര്യം കൃത്യമായും സത്യസന്ധമായും പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ശൈലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പറ്റി പലർക്കും പല അഭിപ്രായ വ്യത്യാസം രാഷ്ട്രീയത്തിലും അല്ലാതെയും ഉണ്ടാകും. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് അഭിപ്രായം ആർക്കും വ്യത്യാസവും അദ്ദേഹത്തെ പറ്റി പറയാനുണ്ടായാലും ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ വലിയൊരു ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പാവപ്പെട്ടവന് വേണ്ടി എന്നും പടപൊട്ടിയിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട കർഷക തൊഴിലാളിക്കും അതുപോലെ ചെത്തുകാരനും കയർ ഫാക്ടറി തൊഴിലാളി ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തിലൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അവർക്ക് വേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആരോടും പോരാടുന്ന ഒരു പോരാളിയായിരുന്നു. എന്നും ജീവിതാന്ത്യം വരെ പോരാട്ടമായിരുന്നു. പാർട്ടിയുടെ അകത്തും അദ്ദേഹം ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടങ്ങളിലെല്ലാം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പാർട്ടി അച്ചടക്കത്തിന് എതിരായി നിന്നുകൊണ്ട് അദ്ദേഹം പോരാടി. ജനപ്രിയനായ അദ്ദേഹത്തെ അംഗീകരിക്കാൻ പാർട്ടി നേതൃത്വം അംഗീകരിക്കപ്പെടുകയും സ്ഥാനാർത്ഥിയാക്കുകയും പിന്നെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയെങ്കിൽ അദ്ദേഹത്തിന് ജനപിന്തുണയായിരുന്നതിന് കാരണം ആ മഹാന്റെ വാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്റെ കണ്ണീർ പ്രണാമങ്ങൾ. ശരി, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ VS അച്യുതാനന്ദനുമായി ഒരുപാട് വ്യക്തിബന്ധമുള്ളയാളാണ്. നിലപാടുകളിലെ കാർക്കശ്യം, VS അച്യുതാനന്ദന്റെ നിലപാടുകളിലെ കാർക്കശ്യം അത് ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ പോലും വന്നിട്ടുള്ളതാണ്. പക്ഷേ ആ സൗഹൃദം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അതുമാത്രമല്ല 97 വയസ്സുവരെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. 2021 മുതൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. 97-ാം വയസ്സുവരെ അദ്ദേഹം MLA ആയി തുടരുന്ന കാഴ്ചയും കേരള രാഷ്ട്രീയം കണ്ടതാണ്. ആ 2016-ലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്.